നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ മണ്ഡലം കൺവെൻഷൻ നിലമേൽ SH ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മണ്ഡലം കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി MM നസീർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളും മറ്റും ചർച്ച ചെയ്ത യോഗത്തിൽ വെച്ച് കോൺഗ്രസിൽ നിന്നും വിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി CPM-ൽ പ്രവർത്തിച്ചു വരികയായിരുന്ന പുതുവലിൽ ബദറുദ്ദീൻ വീണ്ടും മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് വരികയും യോഗത്തിൽ വെച്ച് KPCC ജനറൽ സെക്രട്ടറി MM നസീർ പാർട്ടി മെമ്പർഷിപ്പ് നൽകുകയും സ്വീകരണം നൽകുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AM റാഫി, ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് PR സന്തോഷ്, നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന പറമ്പിൽ, കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകർ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. കാൽനൂറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പതാക വാഹകനായിരുന്നു ശ്രീ പുതുവലി ബദറുദ്ദീൻ. നിലമേൽ പഞ്ചായത്തിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് കുടുംബമാണ് പുതുവലി കുടുംബം. ആ കുടുംബത്തിൽ കോൺഗ്രസിന് വേണ്ടി ശക്തമായി നേതൃത്വം കൊടുത്ത് പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വന്ന നേതൃത്വ പദവിയിലൊക്കെ ഉയർന്ന ആളാണ് ശ്രീ ബദറുദ്ദീൻ. അദ്ദേഹം ഇടക്കാലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ കാരണം കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയി CPM-ൽ അംഗത്വമെടുത്തെങ്കിലും അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ ഇന്ന് വരെ ഒരു സമാധാനത്തോടു കൂടി, ഒരു ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട്, ഒരു ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും തന്നെ നടത്താൻ കഴിയാതെ ശ്വാസം മുട്ടി ജീവിക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ദീർഘകാലത്തെ സഹപ്രവർത്തകനാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ മതേതര രാജ്യമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രയത്നത്തെ പിന്തുണ നൽകിക്കൊണ്ട്, കോൺഗ്രസിന്റെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, നെഹ്റു കുടുംബത്തിന്റെ ശക്തമായ ഇടപെടലുകളിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക്, കുടുംബ മാതൃ സംഘടനയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. ശ്രീ പുതുവലി ബദറിനെ ഈ പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി നമ്മൾ ക്ഷണിച്ചു. അദ്ദേഹത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്നത്തെ യോഗത്തിൽ വെച്ച് തന്നെ സ്വീകരിച്ചു. കോൺഗ്രസിന് വേണ്ടി എല്ലാ അഭിവാദ്യങ്ങളും ബദറിന് നേരുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത്, ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് വളരെ സന്തോഷമാണ്. കാര്യം നേരത്തെ KPCC ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു വീട്ടിൽ കിടന്നുറങ്ങിയവരാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒട്ടനവധി ത്യാഗം ചെയ്ത ഒരു കുടുംബത്തിലുള്ള ഒരാളാണ്. കാര്യം ബഹുമാന്യനായ ശ്രീ MM നസീർ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. വളരെ പ്രയാസത്തിലാണ് ഞാൻ എൻ്റെ മനസ്സ്. കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പോകാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. എന്നാലും ഇങ്ങനെ ഈ സ്വീകരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എൻ്റെ ജീവൻ പോയാലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കും. അതുപോലെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കുവാൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ ശക്തിയുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അതിന് കരുത്തനായ നേതാവ് തന്നെയാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അത് തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനി ഉള്ള ഇലക്ഷനുകളിലെല്ലാം അധികാരത്തിൽ വരും. അതിശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.